ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയുടെ ഉദ്ദേശം, വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റായ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ഒരു സിലബസ് ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം സിലബസിനെക്കുറിച്ച് ഒരു വലിയ ധാരണയില്ലാത്തവർക്കും അതേപോലെ പ്രിലിംസ്, മെയിൻസ് എന്നീ രണ്ട് പരീക്ഷകളെ കടക്കേണ്ടവർക്കും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ആദ്യാവസാനം കാണുക. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലെ വിവിധങ്ങളായ സർവകലാശാലകളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അപ്പം ഈ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല സുവർണാവസരമാണ്, പാഴാക്കരുത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡായിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും പ്രിലിംസ് പരീക്ഷയുണ്ട്. 100 മാർക്ക് പ്രിലിംസ് പരീക്ഷയുണ്ട്. ആ പ്രിലിംസ് പരീക്ഷയുടെ ഡീറ്റെയിൽഡ് സിലബസാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതായത് ഹിസ്റ്ററി 10 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ ജോഗ്രഫി 5 മാർക്ക് ചോദ്യം വരും. എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന, അവിടെ ഉണ്ട് 5 മാർക്ക്. അതേപോലെ കല, സാഹിത്യം, സ്പോർട്സ് എന്നീ മേഖലയിൽ നിന്നും 10 മാർക്ക് ചോദ്യം വരും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതായത് IT 5 മാർക്കുണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് അല്ല മക്കളെ, സയൻസ് ആൻഡ് ടെക്നോളജി, അവിടുന്ന് 5 മാർക്കുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി റീസണിങ്, അവിടെ 20 മാർക്കാണുള്ളത്. 20 മാർക്ക്. ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്ക്. അതേപോലെ റീജിയണൽ ലാംഗ്വേജ്, അതൊരു പക്ഷേ മലയാളം ആയിരിക്കാം, ചിലർക്ക് തമിഴായിരിക്കാം, ചിലർക്ക് കന്നഡയായിരിക്കാം, അവിടെ ഉണ്ട് 10 മാർക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മക്കളെ, ഒരു മേജറായിട്ടുള്ള ഒരു 50 മാർക്കാണ് ഈ കൊടുക്കുന്നത്. അതായത് നമ്മുടെ പരീക്ഷയുടെ, നമ്മുടെ സിലബസിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ആകെ 100 മാർക്കിൻ്റെ പകുതി മാർക്ക് ഇവിടെ കിടപ്പുണ്ട്. 20ഉം 20ഉം 10ഉം. ഈ ഒരു മേഖല മാത്രം തന്നെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ നമുക്കൊരു 45 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് മൊത്തം ഒരു 50 മാർക്കിൽ 45 മാർക്ക് കണക്ക്, ഇംഗ്ലീഷ്, മലയാളം വൃത്തിയായിട്ട് പഠിച്ചാൽ മക്കളെ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. GK നമ്മൾ കടൽ പോലെ പഠിക്കുമ്പം ഇവിടുന്ന് വളരെ സേഫ് സോണിലാകാൻ പറ്റും. പിന്നെ നമ്മളതാ കലാ, സാഹിത്യം, സാംസ്കാരികം, അതേപോലെ സ്പോർട്സ്, അവിടെ ഒരു 10 മാർക്കുണ്ട്. അതുപോലെ ഹിസ്റ്ററി ഒരു 10 മാർക്കുണ്ട്. അതുകൂടെ നമ്മൾ കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്താൽ മക്കളെ 20, 20, 40, 10, 50, 10, 60, 10, 70 മാർക്കായി. ഒന്നാലോചിച്ച് നോക്കി. ചിലർ മാർക്ക് വെയിറ്റേജ് കുറവുള്ള എക്കണോമിക്സ്, ജോഗ്രഫി അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമ്പം കുറേ അധികം ആൾക്കാർ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ നന്നായിട്ട് സ്മാർട്ടായിട്ട് ചിന്തിക്കുന്നവർ മക്കളെ ഈ ഒരു മേഖല വർക്ക് ചെയ്യും. ഈ ഒരു മേഖല വർക്ക് ചെയ്താൽ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മേഖലകളാണ്. ഒരു 70 മാർക്ക് സിമ്പിളല്ലേ? 70 മാർക്ക് നമുക്ക് വളരെ വേഗത്തിൽ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടെ ഹിസ്റ്ററിക്കകത്ത് 10 മാർക്ക് എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് വരെ കൊടുത്തിട്ടുണ്ട്. കേരള, ഇന്ത്യ, വേൾഡ്, അങ്ങനെ 3ആയിട്ട് തരംതിരിച്ച് ഓരോന്നും ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കി. അതായത് തുടങ്ങുന്ന അറൈവൽസ് ഓഫ് യൂറോപ്യൻസ്, അതായത് യൂറോപ്യന്മാരുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ്, അവിടുന്ന് തുടങ്ങി നമ്മുടെ വേൾഡ് ഹിസ്റ്ററി, അവസാനിക്കുന്ന UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 10 മാർക്ക് നമുക്ക് ലഭിക്കും. അതേപോലെ ജോഗ്രഫിയുടെ 5 മാർക്ക് എവിടെ നിന്നൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതിയാകും. എക്കണോമിക്സിന് 5 മാർക്കുണ്ട്. 5 മാർക്കിന് പഠിക്കേണ്ട വളരെ ചുരുങ്ങിയൊരു പോർഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഓരോരുത്തരത്തും നിങ്ങൾ നോക്കണം, ഓരോരുത്തരത്തും അതിൻ്റേതായ കറണ്ട് അഫയേഴ്സും പഠിക്കാനുണ്ട്. ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയെ സംബന്ധമായ കറണ്ട് അഫയേഴ്സ് വരെ പഠിക്കണം. അതേപോലെ ഹിസ്റ്ററി ആണെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക്സ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ലേറ്റസ്റ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ വരെ പഠിക്കണം. അതേപോലെ സിവിക്സ് ആണെങ്കിലും സിവിക്സിലെ ഇത്രയും കഴിഞ്ഞിട്ട് അതിൻ്റെ കറണ്ട് അഫയേഴ്സ് വരെ പഠിക്കണം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റെലവൻറ്റ് ടോപ്പിക്ക്. കണ്ടോ, ഓരോരുത്തരത്തും ഇത് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ ടോപ്പിക്കിൻ്റെയും കറണ്ട് അഫയേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. ആർട്സ് ആൻഡ് സ്പോർട്സ്, അതേപോലെ കായികം, ഇവിടെ എല്ലായിടത്തും നമുക്ക് കറണ്ട് അഫയേഴ്സ് ആവശ്യമാണ്. സാഹിത്യം, ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അവിടെ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ
IT-യുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റുകൾ വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതാ സയൻസ് ആൻഡ് ടെക്നോളജി. എന്തൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കാനുള്ളത്? സയൻസ് ആണോ, ഇതെന്താണ്, IT ആണോ എന്ന് സംശയമുള്ളവർക്ക് എന്താണത് കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്നവർ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും ആ മേഖലകൾ കവർ ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെ. ശേഷം ഇതാ നമ്മുടെ സിമ്പിൾ അരത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ, അതായത് ലഘുഗണിതം അഥവാ സിമ്പിൾ അരത്തമെറ്റിക്കിൽ ഒരു 12 പോർഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മാനസിക ശേഷി പരിശോധനയിൽ ഒരു 13 ടോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം 12ഉം 13ഉം മൊത്തം 25 ഭാഗങ്ങൾ നമുക്ക് മാനസിക ശേഷി പരിശോധനയും ലഘുഗണിതവും അതായത് സിമ്പിൾ അരത്തമെറ്റിക്കും മെൻ്റൽ എബിലിറ്റിയോടെ പഠിക്കാനുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ ഉള്ളതാണ്. അപ്പം ആദ്യം തൊട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് മുന്നേറാവുന്നതാണ്. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഗ്രാമർ ഭാഗം ഒരു 15 പോർഷൻസ് പഠിക്കാനുണ്ട്. അതേപോലെ വൊക്കാബുലറി ഒരു 12 പോർഷൻസ് പഠിക്കാനുണ്ട്. അപ്പം 15ഉം 12ഉം 27 ടോപ്പിക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും പഠിക്കാനുണ്ട്. ഇംഗ്ലീഷിന് 10 മാർക്കാണ്, കണക്കിന് 20 മാർക്കുണ്ട്, ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ പിന്നീട് റീജിയണൽ ലാംഗ്വേജ്. അപ്പം അത് മലയാളം ഉള്ളവരുണ്ട്, കന്നഡ ഉള്ളവരുണ്ടായിരിക്കാം, തമിഴുള്ളവരുണ്ടായിരിക്കാം. അപ്പം മലയാളമാണ് കൂടുതൽ പേരും. അങ്ങനെയാണെങ്കിൽ ഒരു 14 ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. 14 ഇല്ല, 13 ഉള്ളൂ. 13 ഘടകപദം, 1 നമ്പറില്ല അവിടെ. അപ്പം ഘടകപദം എന്ന ടോപ്പിക്ക് വരെ പഠിക്കാനുണ്ട്, 10 മാർക്കാണ്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൃത്യമായ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുക എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ മെയിൻസിലോട്ട് വരുമ്പം മക്കളെ, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് പ്രിലിംസിൻ്റെ ഒരു ഘടനയാണ്. മെയിൻസിലോട്ട് വരുമ്പം എന്തെല്ലാമാണ് മാറ്റങ്ങൾ എന്ന് നിങ്ങൾ നോക്കിയേ. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന മാർക്സ് ആൻഡ് ഡീറ്റെയിൽഡ് സിലബസ് ആണ്. ഹിസ്റ്ററിക്ക് 5 മാർക്കേ ഉള്ളൂ, 5 മാർക്ക്. ഹിസ്റ്ററി നേരത്തെ 10 മാർക്കിന് നമ്മൾ പ്രിലിംസ് പഠിച്ചതാണ്, എന്നാൽ ഇവിടെ 5 മാർക്കേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒറ്റപ്പെടുത്തം മതി പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യാൻ പറ്റും, ഒറ്റപ്പെടുത്തം. അതേപോലെ ജോഗ്രഫിക്ക് അവിടെയും 5, ഇവിടെയും 5. എക്കണോമിക്സിന് അവിടെയും 5, ഇവിടെയും 5. കോൺസ്റ്റിറ്റ്യൂഷനും 5ഉം 5ഉം ഇവിടെ അത് തന്നെ. പിന്നെ പുതിയൊരു സാധനം കടന്നു വന്നിരിക്കുകയോ, പ്രിലിംസിനകത്തിൽ ഇല്ലാത്ത പുതിയൊരു സാധനം കടന്നു വന്നിട്ടുണ്ട്. കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കേരള ഭരണ സംവിധാനങ്ങൾ ഒരു 5 മാർക്ക് ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് പ്രിലിംസിന് പഠിക്കാനില്ലാത്ത എന്നാൽ മെയിൻസിന് പഠിക്കേണ്ട കേരള ഭരണവും ഭരണ സംവിധാനവും. പിന്നെ ലൈഫ് സയൻസ് എന്ന് പറഞ്ഞാൽ ബയോളജി ഒരു 3 മാർക്ക് അവിടെ ഇല്ലായിരുന്നു. ഫിസിക്സ് കൃത്യമായിട്ട് 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രി 3 മാർക്ക്. അതുപോലെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 5 മാർക്ക്. പ്രിലിംസിന് 10 മാർക്കായിരുന്നു, ഇവിടെ 5 മാർക്ക്. അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്കുണ്ട്. പിന്നെ മക്കളേതാ പുതിയൊരു സാധനം, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയും. കേരളത്തെ സംബന്ധിച്ച അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച സുപ്രധാന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് ഒരു 13 മാർക്കുണ്ട്. അവിടെ ഇല്ലാത്ത ഒരു പുതിയ സാധനമാണ്, ശരിയല്ലയോ? അവിടെ ഇല്ലാത്ത ഒരു പുതിയ സാധനമാണ്. അപ്പോൾ അവിടെ പഠിക്കാത്ത വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഇവിടെ കേരള ഗവേണൻസ് സിസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ 5 മാർക്കുണ്ട്. പിന്നെ അവിടെ എടുത്തു പറഞ്ഞിട്ടില്ലാത്ത ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി അവിടെ ഒരു 9 മാർക്ക് വരുന്നുണ്ട്, 3നും കൂടെ. അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിക്ക് കൂടെ 9 മാർക്കുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്ടിന് 13 മാർക്കുണ്ട്. പിന്നെ മക്കളെ കറണ്ട് അഫയേഴ്സ്, അവിടെ കറണ്ട് അഫയേഴ്സ് ഓരോ ടോപ്പിക്കിനും അതിൻ്റെ കൂടെ തന്നെയാണ് പഠിക്കേണ്ടത്. ഇവിടെ കറണ്ട് അഫയേഴ്സിന് മാത്രം മെയിൻസിന് ഒരു 15 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ സിമ്പിൾ അരത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി 20 മാർക്കായിരുന്നു അവിടെ പ്രിലിംസിന്, അത് 10 മാർക്കിൽ ആക്കിയിട്ടുണ്ട്. അതേപോലെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അപ്പോൾ ഇവിടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളവും കൂടെ ചേർത്ത് 30 മാർക്കാണുള്ളത്. 30. അവിടെ 3-നൂടെ 50 മാർക്ക് ഉണ്ടായിരുന്നു, ഇവിടെ 3-നൂടെ 30 മാർക്കാണുള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട സാധനം ഇമ്പോർട്ടൻ്റ് ആക്ട്, പിന്നെ സയൻസ് 3 പിന്നെന്താണ് കേരള ഗവേണൻസ്. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് മെയിൻസും ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് അതിൽ മക്കളെ അവിടുത്തെ തന്നെ ഒറ്റപ്പെടുത്തം മതി, കണ്ടോ? അറൈവൽസ് ഓഫ് യൂറോപ്യൻസ് എന്ന് തുടങ്ങി അവസാനിക്കുന്ന 1956 കാര്യങ്ങൾ വരെ. ഇന്ത്യയിലും അതേപോലെ വേൾഡിലും അങ്ങനെ തന്നെ. ജോഗ്രഫി മക്കളെ അതേ ടോപ്പിക്ക് തന്നെ, അതേ സിലബസ് തന്നെ.
വേറെ കാര്യങ്ങളൊന്നുമില്ല. എക്കണോമിക്സ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് തന്നെ. കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്ഷ്യൽ പ്ലാനിങ്, അങ്ങനെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലൈഫ് സയൻസ് 3 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിയാണ് 3 മാർക്ക്. അവിടെ ഒരു 4 കണ്ടൻറ്റേ പഠിക്കാനുള്ളൂ. ഫിസിക്സിനും എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രിക്കാണെങ്കിലും അങ്ങനെ തന്നെ. ആറ്റം, മോളിക്യൂള്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അങ്ങനെ തുടങ്ങും. പിന്നെ നമ്മുടെ കല, കായികം, സാംസ്കാരികം, അതേപോലെ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ലാൻ, വാൻ, മാൻ എന്ന് തുടങ്ങുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ എന്ന് തുടങ്ങുന്ന യൂസസ് ഓഫ് ഈച്ച്, ഓരോന്നിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. ഇതെല്ലാം നമ്മുടെ കൃത്യമായിട്ട് നമുക്ക് ആപ്പിൽ നല്ല ക്ലാസ്സുകൾ, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ, ഏറ്റവും പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. അതേപോലെ നമ്മുടെ നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ, ഏത് ഭാഗത്തിൽ വരുന്നതാണ്? നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്റ്റിൽ വരുന്നതാണ്. കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആക്ട് പ്രിലിംസിന് നമുക്ക് പഠിക്കാനില്ലാത്ത ഒരു പുതിയ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ. അപ്പോൾ എന്തൊക്കെ ആക്റ്റുകളാണെന്ന് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പരീക്ഷ ആയതുകൊണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, കണ്ടോ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പഠിക്കാനുണ്ട്. അതേപോലെ യൂണിവേഴ്സിറ്റി ഗ്രാംസ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 15 മാർക്ക് ഉണ്ട്. 15 മാർക്ക് അത് എവിടെ നിന്നാണ് ചോദിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോ സമയത്തും ഉണ്ടാകുന്ന അന്നേരമുള്ള കാര്യങ്ങൾ അന്നേരം ചോദിക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഏത് ഭാഗം ചോദിക്കും, നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ അത് പിന്നീടുള്ള പരീക്ഷയിൽ ചോദ്യമാണത്. ഓക്കെ, അതുകൊണ്ട് ഏത് ഭാഗത്തും നേരത്തെ മുൻകൂട്ടി അത് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക് 5 മാർക്ക്. അതായത് 12 ടോപ്പിക്ക് പഠിച്ചാൽ 5 മാർക്ക്. മക്കളെ, ഇതേ ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ എവിടെയും പഠിക്കുന്നത്, പ്രിലിംസിന് വേണ്ടിയും പഠിക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെടുത്തം മതിയേ. അതേപോലെ നമ്മുടെ 13, ഇതേ 13 എണ്ണം തന്നെയാണ് നമ്മൾ അവിടെയും പഠിക്കുന്ന മെൻ്റൽ എബിലിറ്റി 13. അപ്പോൾ അതിനും 5 മാർക്ക്. ഓക്കെ, അതേപോലെ ഇംഗ്ലീഷിനകത്തിലും അതേ ടോപ്പിക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ്, അങ്ങനൊരു പുതിയ സാധനം വന്നിട്ടുണ്ട്. ഇത് അവിടെ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ സിലബസ് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ പഠിക്കണമെന്ന്. ശരി, ഘടകപദം, മലയാളം തീരുന്ന ഘടകപദത്തിൽ തന്നെയായിരുന്നു ഇവിടെ. അങ്ങനെ തന്നെ എല്ലാ ടോപ്പിക്കും സെയിം തന്നെ. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ആപ്പിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ ലഭ്യമാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടി നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പം നിങ്ങൾ മറക്കണ്ട, എന്തായാലും ഒരു കിഡിലൻ പോസ്റ്റാണ് വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അപ്പം തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ആപ്പിൻ്റെ ഭാഗമാകുക, കോഴ്സിൽ ജോയിൻ ചെയ്യൂ. അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.